ലോകമെമ്പാടും ക്രിസ്മസ് രാത്രിയിൽ സമ്മാനമായി വരുന്ന സാന്റാക്ലോസിനെ കാത്തിരിക്കുന്ന കുട്ടികൾ കൂടുതലാണ്. ഇന്ന് കേരളത്തിലെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും സാന്റ ഇല്ലാത്ത ക്രിസ്മസ് ഉണ്ടാകില്ല. നമ്മൾ സ്നേഹത്തോടെ ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് വിളിക്കുന്ന ഈ ഐതിഹ്യ മനുഷ്യന് ഇന്ന് ഏകദേശം 1740 മുകളിൽ പ്രായമുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്മസ് അറിയപ്പെടുന്നതെങ്കിലും സാന്റാക്ലോസിന് ഇതുമായി ഒരു ബന്ധവുമില്ല. എന്നിട്ടും എങ്ങനെയാണ് ഈ ഒരു രൂപം ക്രിസ്മസിൻ്റെ പ്രതീകമായി മാറിയത്? യഥാർത്ഥത്തിൽ ആരാണ് സാന്റാക്ലോസ്? ആഘോഷത്തിൻ്റെ ഈ രാത്രികളിൽ കുട്ടികളെ തേടി വരുന്നത് സാന്റാക്ലോസ് മാത്രമാണോ? നമുക്ക് നോക്കാം. നിങ്ങൾക്കിനി യഥാർത്ഥത്തിൽ സാന്റാക്ലോസിനെ കാണാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്രിസ്മസ് രാത്രികളിൽ വരുമെന്ന് സങ്കല്പിക്കുന്ന ഒരു മിത്തിക്കൽ കഥാപാത്രം മാത്രമാണ് സാന്റാക്ലോസ്. എന്നാലും ഈ ഒരു സങ്കല്പത്തിന് പിന്നിൽ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളുടെ ജീവിതകഥയുമായി നല്ല ബന്ധമുണ്ട്. അദ്ദേഹമാണ് സെയിന്റ് നിക്കോളാസ്. ടർക്കിയിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ വലിയ ദാനശീലനായിരുന്നു. കുട്ടികൾക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്കും അവരറിയാതെ സമ്മാനം നൽകുക എന്നതായിരുന്നു നിക്കോളാസിന്റെ താല്പര്യം. പിന്നീട് അങ്ങോട്ട് വൈദികനും വിശുപ്പുമായി മാറിയ അദ്ദേഹം മരിക്കുന്നതുവരെ ജനങ്ങളെ സഹായിക്കുമായിരുന്നു. ഡിസംബർ 6 സെയിന്റ് നിക്കോളാസിന്റെ ഓർമ്മദിനം. കാലക്രമേണ ഇത് ക്രിസ്മസിനോടൊപ്പം ആഘോഷിക്കുകയും സാന്റാക്ലോസ് എന്ന ഐതിഹ്യത്തിന് ഇതൊരു കാരണമാവുകയും ചെയ്തു. ക്രിസ്മസിന്റെ രാത്രികളിൽ റേഡിയർ വണ്ടിയിൽ വരുന്ന സാന്റ കുട്ടികളുടെ സമ്മാന പൊതികൾ വീടിന്റെ ചിമ്മിണിയിലൂടെ അകത്തേക്ക് ഇട്ടുകൊടുക്കുമെന്നാണ് സങ്കല്പം. പക്ഷേ ഇതിനൊരു ഡാർക്ക് സൈഡും കൂടിയുണ്ട്. അതനുസരിച്ച് ചിലപ്പോൾ സാന്റയ്ക്ക് പകരം ഡെവിൽ സാന്റ എന്നറിയപ്പെടുന്ന ക്രാമ്പസ് വന്നേക്കാം. ആടിന്റെ തലയും ചെകുത്താന്റെ രൂപവുമാണ് അതിനുള്ളത്. രാത്രികളിൽ വേട്ടക്കിറങ്ങുന്ന ക്രാമ്പസ് സമ്മാന പൊതിയുമായി, അതായത് സോക്സുകളിൽ കലിക്കറി നിറച്ചു കൊടുത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമെന്നൊരു വിശ്വാസവുമുണ്ട്. നോർസ് മിത്തോളജി പ്രകാരം ക്രാമ്പസ് എന്നത് നരകങ്ങളുടെ ദേവതയായ ഹെലന്റെ മകനാണ്. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ക്രിസ്ത്യാനിറ്റിയിലേക്കും ഈ ഒരു ക്രാമ്പസ് എന്ന വിശ്വസ്തത കൂട്ടിച്ചേർക്കുകയാണ്. ഇതുകൂടാതെ ലോകത്തിൽ നിലനിൽക്കുന്ന പല നാടോടി കഥകളിലും ഇങ്ങനെയുള്ള ക്രിസ്മസ് ഡബിൾസിനെ കാണാനായി സാധിക്കും. എന്നാൽ അതിലേറ്റവും അറിയപ്പെടുന്നത് ക്രാമ്പസ് ആണെന്ന് മാത്രം. ഇനി സാന്റാക്ലോസിലേക്ക് തന്നെ തിരിച്ചു പോകാം. ആദ്യകാലങ്ങളിലൊക്കെ സാന്റയുടെ രൂപം ഇന്നത്തെ പോലെ ആയിരുന്നില്ല. പ്രത്യേകിച്ച് വസ്ത്രത്തിൻ്റെ നിറം. അന്ന് കൂടുതലും പച്ച, നീല, ബ്രൗൺ നിറങ്ങളിലാണ് വസ്ത്രം ധരിച്ചിരുന്നത്. പക്ഷേ അത് മാറ്റിയതിൽ കൊക്കോകോളയ്ക്ക് വലിയ പങ്കുണ്ട്. ഒരിക്കൽ കാർട്ടൂണിസ്റ്റായ നാസ്റ്റ് അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് വേണ്ടി വരച്ച സാന്റയുടെ ചിത്രം കാലങ്ങൾക്ക് ശേഷം 1931 കൊക്കോകോള അവരുടേതായ തീമിൽ പരസ്യങ്ങളിൽ ഉൾപ്പെടുത്തുകയും അത് വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ രൂപത്തിലുള്ള സാന്റ ലോകമെമ്പാടും സ്വീകരിച്ചു തുടങ്ങിയത്. ഈ ക്രിസ്മസ് എന്നത് ഒരു മതത്തിൻ്റെ ആഘോഷത്തിനുപരി ഏവർക്കും സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനുമുള്ള ഒരു അവസരമായി മാറുകയും ഇതിനെ ഈ സന്ദർഭത്തിൽ എത്തിക്കാൻ സഹായിച്ചതിൽ സാന്റാക്ലോസിൻ്റെ പങ്ക് വളരെ വലുതാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.